വെള്ളിയാഴ്ച ഇച്ച എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞായറാഴ്ച നമുക്കൊരു സ്ഥലം വരെ പോകാമെന്ന്. എവിടെയാണെന്നൊന്നും പറഞ്ഞില്ല. അപ്പം ഞായറാഴ്ച രാവിലെ ഞാൻ ഒരുങ്ങി പള്ളിയിലൊക്കെ പോയി. പള്ളിയിൽ പോയിട്ട് അവിടെ ചെന്നപ്പോൾ ഞാൻ മെസ്സേജ് അയച്ചു ചോദിച്ചു പോകുന്നുണ്ടോ എന്ന്. അപ്പോൾ പറഞ്ഞു ആ പോകുന്നുണ്ട്, ഉച്ച കഴിഞ്ഞ് നമുക്ക് പോകാം, പള്ളിയിൽ പോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ പള്ളിയിൽ പോയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ് പോയത്. വീട്ടിൽ പോയിട്ട് അവർ ഞങ്ങളെ തിരിച്ച് വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ നമ്മുടെ വീടിന് ഓപ്പോസിറ്റ് കാണുന്ന ആ വഴി കൂടെയാണ് പോകുന്നത്. അതുവഴി പോയപ്പോഴത്തേക്ക് ഞങ്ങൾ കുട്ടൂനെ വീടൊക്കെ കാണിച്ചു കൊടുത്തേ. അങ്ങനെ നമ്മൾ കൂട്ടിക്കൽ വന്നു. കൂട്ടിക്കൽ ദണ്ട് ആ കാണുന്ന മലയിൽ കൂടെ ഒക്കെ പോകാം എന്നായിരുന്നു എൻ്റെ ഒരു ധാരണ. അതാണ് എന്തയാറ്, അതാണ് ഇളങ്കാട് ടോപ്പ് എന്നൊക്കെയായിരുന്നു. പക്ഷെ അതല്ല, അത് ഉറുമ്പിക്കര ഭാഗമാണ് കേട്ടോ. ഉറുമ്പിക്കരയും ഈ വാഗമണ്ണിൻ്റെയൊക്കെ ചെറിയൊരു പോർഷനായിട്ട് വരുവേ. അങ്ങനെ നമ്മൾ തേൻപുഴയിൽ വന്നു. തേൻപുഴ എന്ന് പറയുന്നൊരു സ്ഥലപ്പേരാണ്. ഈ ഒരു സ്ഥലത്തിന് സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ വലിയ ഒരു പ്രാധാന്യമുണ്ട്. വേറൊന്നുമല്ല, ഞാൻ ഇവിടെ വരെ വന്നിട്ടുള്ളൂ. ഈ കാണുന്ന ഈ വളവിനപ്പുറത്ത് എന്താണ് എന്ന് അറിയാൻ എനിക്ക് പണ്ടുതൊട്ടേ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു കേട്ടോ. പലവട്ടം ഞാൻ ഗൂഗിൾ മാപ്പ് വരെ എടുത്ത് നോക്കിയിട്ടുണ്ട്. ഗൂഗിൾ മാപ്പിൽ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് നേരിട്ട് കണ്ടത് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു കേട്ടോ. എന്താണ് ഒന്നുമില്ലെന്ന് എനിക്കറിയാം, എന്നാലും അങ്ങനെ നമ്മൾ എളങ്കാട് വന്നു കേട്ടോ. ഈ എളങ്കാട് എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പോകണമെന്ന്. അങ്ങനെ നമ്മൾ എളങ്കാടൊക്കെ കണ്ടു. ഈ കാണുന്നത് വാഗമണ്ണിലെ ഗ്ലാസ് ബ്രിഡ്ജാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു ഇതൊക്കെ കണ്ടപ്പം എനിക്ക് ഭയങ്കര ഒരു അതിശയമാണ് കേട്ടോ തോന്നിയത്. ഇത് എൻറ്റെആർ ഇളങ്കാട് ഏതോ ഒരു ബസ് സ്റ്റോപ്പാണ്. ഏത് സ്ഥലത്തിൻ്റെയാണെന്ന് എനിക്ക് അത്ര വലിയ ഉറപ്പില്ല. എന്നിട്ട് നമ്മൾ നേരെ ഗോകുൽ ചേട്ടൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. ഗോകുൽ ചേട്ടൻ്റെ വീടെന്ന് പറയുന്നത് ഇവർ നേരത്തെ താമസിച്ച വീടാണ്. അവിടെ ഉരുൾപൊട്ടലൊക്കെ വന്നത് കാരണം അവിടെ ആരും താമസിക്കുന്നില്ല. ആ സ്ഥലമൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഓർത്ത് ഇവിടെ എങ്ങനെയാണ് ആൾക്കാർ താമസിക്കുന്നതെന്ന്. പക്ഷേ വീടുകളൊക്കെ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ ഉരുൾ പൊട്ടിയത് കാരണം ആരും അവിടെ താമസിക്കുന്നില്ല. അവരെല്ലാവരും താഴെ ടൗണിലോട്ട് വാടക വീട്ടിലോട്ടും ഒക്കെ മാറി കേട്ടോ. അപ്പോൾ ഇതാണ് ഗോകുലിയേട്ടൻ്റെ ഒക്കെ പഴയ വീട്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് വശത്ത് നിന്നാൽ നമുക്ക് താഴെ ഇളങ്കാടൊക്കെ കാണാം കേട്ടോ. അപ്പം ഞാൻ അവിടെ പോയി നിന്ന് അതൊക്കെ ഒന്ന് നോക്കി കണ്ടു. തിരിച്ച് നമ്മൾ ഇറങ്ങി വന്ന വഴിക്ക് ഈ പറങ്ങാണ്ടി എന്നാണ് ഇവിടെ പറയുന്നത്, കശുമാങ്ങ എന്നൊക്കെ പറയും. അപ്പോൾ അതെനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അവരെനിക്ക് 2-3 എറിഞ്ഞിട്ട് തന്നു കേട്ടോ. എന്നിട്ട് ഞാൻ അതിൻ്റെ ഇതൊക്കെ തിന്നിട്ട് ഞാൻ അതിൻ്റെ കായ എടുത്ത് വെച്ചു. അങ്ങനെ നമ്മൾ തിരിച്ച് വാഗമണ്ണ് പോകാമെന്ന് പ്ലാൻ ഇട്ട് കേട്ടോ. അപ്പോൾ വാഗമണ്ണിലോട്ട് പോവാണ്. അപ്പോൾ ഇത് വല്യേന്താണെന്നാണ് എൻ്റെ ഒരു നിഗമനം. എനിക്ക് സ്ഥലം കറക്റ്റ് അറിയത്തില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ഷമിച്ചേക്കുക. അപ്പം വല്യേന്ത ശ്രീ ഭദ്രകാളി ക്ഷേത്രം, അവിടെ ഒരു ആൽമരമാണെന്ന് തോന്നുന്നു, സോറി പാലമരമാണെന്ന് തോന്നുന്നു. അവിടെ നിന്നാണ് കേട്ടോ ഈ ഇങ്ങോട്ടുള്ള റൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ അവിടെ റോഡും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും കുറച്ച് ടാർ ചെയ്തിട്ടുണ്ട്. വഴി ഇനി ഇലക്ഷനും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്ക് വരും എന്നാണ് എൻ്റെ ഒരു നിഗമനം. വാഗമൺ റിസോർട്ട്സൊക്കെ ആട്ടോ കാണുന്നത്. അപ്പോൾ എന്തായാലും ഈ റൂട്ട് വരുന്നവർ ഒരു ഓഫ് റോഡ് വണ്ടിയൊക്കെ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. സാധാ വണ്ടിയായിട്ട് വരാനായിട്ട് ഇച്ചിരി പാടാണ്. അതുപോലെ റോഡ് അപ്പടി മോശമാണ്, മൊത്തം മിറ്റിലാണ്. പാറയും ഒക്കെ പൊട്ടിച്ചിട്ടാണെന്ന് തോന്നി ഇവർ ഈ റോഡൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. അങ്ങനെ വണ്ടിയൊക്കെ ഓവർ ഹീറ്റ് ആയപ്പോഴത്തേക്ക് വണ്ടി ഒരു സൈഡിൽ ഒതുക്കിയിട്ടിട്ട് ഞങ്ങളും ഇറങ്ങി കേട്ടോ. കാരണം അത്രയും ഇങ്ങനെ കുലുങ്ങി വന്നിട്ട് ഭയങ്കരമായിട്ട് പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഉള്ളിൽ. അങ്ങനെ വണ്ടിയൊക്കെ ഒന്ന് കൂളായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പിന്നെയും യാത്ര തുടർന്നു. ഇവിടെ വന്നപ്പോഴത്തേക്ക് എനിക്കൊരു അത്ഭുതം തോന്നിയത് എന്താണെന്നറിയുമോ? നമ്മുടെ സെൻറ്റ് ആൻ്റണീസ് കോളേജ്, മരുതുമൂടുള്ള സെൻറ്റ് ആൻ്റണീസ് മരുതുമൂടല്ല, കൊടുകുത്തിയിലുള്ള കോളേജ് ഇവിടെ നിന്ന് വരെ കാണാം. അത്രയും ഒരു സ്പെഷ്യാലിറ്റി ഉള്ള ഒരു കോളേജ് എവിടെ നിന്നാലും കാണാവുന്നൊരു കോളേജ്. അങ്ങനെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ടാറിങ്. ഇവിടെ വരെയുള്ളൂ വാഗമണ്ണിൻ്റെ ആ പ്രദേശം വരെയുള്ള ടാറിങ്. അങ്ങനെ പിന്നെ നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. റോഡൊക്കെ പണിത് വച്ചേക്കുന്നതൊക്കെ അടിപൊളിയാണ്. ഇതേ ടൈപ്പിൽ അങ്ങ് താഴെ വരെ റോഡുണ്ടെങ്കിൽ സെറ്റാണോ ഒന്നും നോക്കാനില്ല. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ വന്നു. ഇവിടെ വന്ന് ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കറക്റ്റ് പരുന്തുംപാറയാണ് കേട്ടോ. ഞാൻ പരുന്തുംപാറ പോയിട്ടുണ്ട്. അപ്പം പരുന്തുംപാറ പോലെ ഒരു സാമ്യമുള്ള ഒരു സ്ഥലമാണ്. നമ്മളവിടെ ഇറങ്ങിയില്ല, തിരിച്ച് വരുമ്പോൾ ഇറങ്ങാമെന്ന് കരുതിയേ. ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് നമ്മളവിടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറി. അപ്പോൾ പഴംപൊരിയും ബീഫുമാണ് കഴിച്ചത്. പഴംപൊരിയും ബീഫും ഞാൻ ആദ്യമായിട്ടാണ് ഒരു കടയിൽ നിന്ന് ട്രൈ ചെയ്യുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ. ചെറിയൊരു തണുപ്പും കാലാവസ്ഥയും അതിൻ്റെ കൂടെ ഈ ചൂട് കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടേക്ക് ഒന്ന് വണ്ടിയേൽ കറങ്ങി നടന്ന് കണ്ടു കേട്ടോ.
അവസാനം തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വന്ന വഴിയല്ല കേട്ടോ പോയത്, കുട്ടിക്കാനം വഴി പോകാമെന്ന് കരുതിയേ. എനിക്ക് ചെറിയ രീതിയിൽ മൈഗ്രെയിനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കാരണം വന്ന വഴിക്ക് എവിടെ വെള്ളം കുടിക്കാനോ ഒന്നിനും നിർത്തിയില്ല. ഒറ്റ വെടിയേച്ചയ്ക്ക് നമ്മൾ വീട്ടിൽ വന്നു. എന്തായാലും പോയതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ എവിടെയെങ്കിലും പോകണമെന്ന് ആഗ്രഹിച്ച സ്ഥലത്തൊക്കെ പോയി വരുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എനിക്ക് നല്ല രീതിയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു.